ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. എനിക്ക് സൺഡേ മൺഡേയും ട്യൂസ്ഡേ ഒക്കെ ആണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെയാണ് കാഴ്ച. നമ്മുടെ കുഞ്ഞുവാവ ആ പച്ച ലൈറ്റ്, വീട്ടിൽ ബ്ലൂ ലൈറ്റ് ആയിരുന്നു, ഇവിടെയാണെങ്കിൽ ഗ്രീൻ ആണ് കേട്ടോ. പിന്നെ ഇതാ രാവിലെ തന്നെ അമ്മ വന്ന് കുഞ്ഞാവേനെ എണീപ്പിച്ച് വാവ അപ്പിട്ടണമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വാവേനെ ഞാൻ പിന്നെ പാലൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മളെ റൊട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ എണീക്കും കേട്ടോ. അമ്മയും കൂടെ അല്ലൂട്ടൻ പോകുമ്പോഴത്തേക്കും ഫുഡും കാര്യമൊക്കെ ആവണ്ടേ. അല്ലൂട്ടനെ പറഞ്ഞയച്ചാൽ പിന്നെ തുമ്പിമോളെ പറഞ്ഞയക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫസ്റ്റത്തെ ഒരു ഫുഡ് തരണം. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ടാണ് വൈശാട്ടൻ തുമ്പമ്മേനെ അംഗനവാടി കൊണ്ടാക്കാൻ പോവുക. പിന്നെ ഉച്ചക്കത്തെ പരിപാടി. ഇങ്ങനെ ഇവർ ഫുൾ ബിസി തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ ഫോൺ അടിയിൽ നിന്ന് കേട്ടിട്ടാണ് അമ്മമ്മ ഈ ഫസ്റ്റ് ആയിട്ട് ഓടിപ്പോയത്. തുമ്പമ്മയെ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. അതായത് രമണ, നമുക്ക് സൺഡേ മൺഡേയും ട്യൂസ്ഡേ ഒക്കെ എനിക്ക് സെയിം റൊട്ടീനാണ്. എനിക്ക് അല്ലുവിൻ്റെയും തുമ്പിൻ്റെയും ഒന്നും ഒരു കാര്യം ഞാൻ അറിയാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ എൻ്റെ എല്ലാ ദിവസത്തെയും റൊട്ടീൻ കറക്റ്റാണ്, സെയിം ആണ് കേട്ടോ. ഉണ്ണിച്ചൻ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ, കാരണം ഉണ്ണിച്ചനൊന്ന് ലീവാണല്ലോ. അപ്പോൾ ഈ സമയം ഫ്രീ ആയിരിക്കും. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്താണ്. ഉണ്ണിച്ചൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. തുമ്പമ്മ അതാ പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. അവിടെ പോയിട്ട് എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. രാവിലെ എണീറ്റ് ഈ ഫ്രണ്ടിലെ വ്യൂ ഒന്ന് കാണാന്നുള്ളത് ഭയങ്കര ഒരു സുഖമുള്ള കാര്യമാണ്. ബിക്കോസ് ഇവിടെ നിന്നുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് റോഡും ചെറുപുച്ചറയാണ്. അമ്മമ്മ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ? മോനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ എന്തിനും പനിക്കൂർക്കൻ്റെ ഇലയില്ലേ, അത് വാട്ടി വെക്കും. അപ്പോൾ പനിക്കൂർക്കൻ്റെ ഇല ഒടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു മഴയുണ്ട്. നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ? ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ആസ്വദിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നെ ഒന്ന് ആസ്വദിച്ചു. കാരണം അതും വേണമല്ലോ. കുറച്ച് നേരം പുറത്തേ നോക്കിയിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്നു. എന്ത് കൊല്ലം ബസന്തി. നിങ്ങൾ കുറച്ച് നേരം ബസന്തിയും കാണൂ. രാവിലെ എണീറ്റ് വരുമ്പോൾ ബസന്തി, കുറച്ച് കഴിയുമ്പോൾ ബസന്തി തന്നെ കേട്ടോ. അങ്ങനെ ഒരുങ്ങി നടക്കലൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ തോന്നിയാൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണത്. ചെക്കൻ്റെ കരച്ചിലിട്ടപ്പോൾ ഞാൻ എല്ലാ അകത്തേക്കൊന്ന് പോയി നോക്കിയാണ് കേട്ടോ. അവന് രാവിലെ എണീറ്റിട്ട് പിന്നെ കുടിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് മൂപ്പര്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയും. അപ്പോൾ അമ്മ പറയും പാല് കൊടുക്കുക. അപ്പോൾ ഞാൻ അമ്മമ്മേനോട് പറയും 2 മണിക്കൂർ കൂടുമ്പോൾ പാൽ കൊടുക്കേണ്ടതെന്ന്. അപ്പം അമ്മ പറയും കുട്ടി കരയുന്ന കണ്ടില്ലേ, പാൽ കൊടുക്കുക. ഇതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്മച്ചൻ്റെ അടുത്ത് വാവേനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് രാവിലെ തന്നെ. വൈശാഖേട്ടനെ അല്ലുവിന് വീഡിയോയിൽ കാണാത്തത് അവർ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഏട്ടന് വയ്യാണ്ടായിട്ട് പോയില്ലായിരുന്നു. അമ്മമ്മ ഇതാ വേഗം തന്നെ അവനെ കുളിപ്പിക്കുകയാണ്. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ പാടും പിന്നെ അവന് പാലൊക്കെ കൊടുത്ത് അവനൊന്ന് ഉറങ്ങും. ആ സമയത്താണ് പിന്നെ ബാക്കി എൻ്റെ പരിപാടികളൊക്കെ. നമ്മുടെ അമ്മമ്മമാരും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന സമയം എനിക്ക് തോന്നുന്നു പ്രസവിച്ചെടുക്കുന്ന സമയം തന്നെയാണ് അല്ലേ. നമ്മളുടെ 2 പേരുടെയും കൺസെപ്റ്റ് നല്ല ഡിഫറൻസ് ആയിരിക്കും. ഞാനിട്ട് പറഞ്ഞ അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അമ്മമ്മേനെ കൂട്ടിയിട്ട് പോകുന്നു നോക്കിക്കോ. എന്നിട്ട് ഡോക്ടറോട് ഞാൻ പറയും എപ്പോഴും പാൽ കൊടുക്കാൻ പറയുന്ന ആളാണിത്. നിങ്ങളുടെ അമ്മയോ അമ്മമ്മയോ ഇങ്ങനെ ആയിരുന്നോ? കമൻറ്റ് ബില്ലോ കേട്ടോ. പിന്നെ നമ്മൾ വാവയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് തുമ്പി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ബെഡൊക്കെ ഒന്ന് നന്നായി തട്ടി വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി. ഇപ്പം കണ്ട സാധനം എന്താ, ഗോകർണം അല്ലെ പാലട എന്നൊക്കെ പറയും. നിങ്ങൾ അവിടേക്ക് എന്താ പറയാന്നറിയില്ല. ഞാൻ ഒരു ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം എക്സ്പ്രസ് ചെയ്തും കൂടെ കൊടുക്കും. കാരണം എനിക്ക് പാല് വന്നിട്ട് കല്ലിപ്പ് പോലെ തോന്നുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്ത് കളയാൻ പറയായിരുന്നു. കളയണ്ട, കുഞ്ഞിന് കൊടുക്കാമെന്ന്. അങ്ങനെ ഒരു നേരമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. അവ നന്നായി വലിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും കൊടുക്കും. അതല്ലാണ്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് 1 2 പ്രാവശ്യം, അധികം 1 പ്രാവശ്യമൊക്കെ കൊടുക്കാറുള്ളൂ. ഇങ്ങനെ ഗോകർണത്തിലാക്കിയിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മമ്മയും മോളും കൂടെ ഉള്ള ഡാൻസാണ് കണ്ട. അമ്മമ്മ അയ്യോ അതൊക്കെ എടുത്തോ, അതൊന്നും ഇടല്ലോ, ആൾക്കാരൊക്കെ കാണൂട്ടോ എന്നാണ് എന്നോട് പറയണത്. പകച്ചു പോയി എൻ്റെ ബാലിനൊക്കെ കേട്ടില്ല. അതുപോലെ അമ്മമ്മ അയ്യോ ഞാനിവിടെ ക്യാമറേൻ്റെ മുമ്പ് പെട്ടല്ലോ എന്നുള്ള മട്ടിലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ തുമ്പീൻ്റെ കൂടെ ഈ ഇജാതി കളിക്കൊക്കെ അമ്മമ്മേനെയും അമ്മച്ചനെയും കിട്ടുന്നതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതുപോലെയൊക്കെ ബോറടിക്കാൻ അമ്മച്ചന് ഇവിടുത്തെ ഏറ്റവും ബോറടി മാറ്റുന്ന ആൾ തുമ്പിയാണ്. എപ്പോഴും പോയി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ തുമ്പിക്ക് എനിക്ക് വേണ്ട അമ്മ, എനിക്ക് വേണ്ട എന്ന് പറയുന്നതാണ്. പക്ഷേ ഞാൻ വിടില്ല എന്നൊക്കെ അറിയാം. ഇപ്പം ഇന്ന് അംഗനവാടിയൊന്നും ഇല്ലല്ലോ. അംഗനവാടി പോണ ദിവസം പറയും എനിക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട, എനിക്ക് അംഗനവാടിത്തെയാണ് ഇഷ്ടം, എനിക്ക് അംഗനവാടിത്തെ ഇഡ്ഡലി ഇഷ്ടമാണ്, എനിക്ക് അംഗനവാടിത്തെ അത് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമാണെന്നൊക്കെ പറയും. വീട്ടിൽ നിന്ന് കഴിക്കുകയെ ഭയങ്കര മടിയെത്തിയാണ് കേട്ടോ. ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ പൂരി എന്താണെന്നറിയില്ല. ഞാനിങ്ങനെ വീഡിയോസ് വരുമ്പോൾ അധികം ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കാണുമ്പോൾ സ്ഥിരം ഇവിടെ പൂരിയാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. ആ പൂരിയുള്ള ദിവസമായിരിക്കും ഞാൻ അധികം വീഡിയോ എടുക്കുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നല്ല അടിപൊളി ഇഷ്ടക്കറിയും. ഈ ഇഷ്ടക്കറീൻ്റെ റെസിപ്പി ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. രാവിലെ ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് സെക്കൻഡ് ചായയാണ് കേട്ടോ. അത് രാവിലത്തെ ഭക്ഷണത്തിന് വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. ഇപ്പം എനിക്ക് വല്ലാത്തൊരു മറവിയും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കലേക്കും താൻ ആരാന്ന്. അങ്ങനെ തുമ്പമ്മയ്ക്കും ഇടയ്ക്ക് കൂടെ വായിലെടുത്ത് കുറച്ച് ഓളം തീറ്റിച്ചിട്ടുണ്ട്. അല്ലൂസ് വരാത്തോണ്ട് തുമ്പിക്ക് സങ്കടാണ് ഗൈസ്. എന്താ അല്ലൂസ് വികൃതിയല്ലേ? അനിയനോ? ഏട്ടൻ ആണല്ലേ. അനിയത്തിന്
പൊട്ടാ അല്ല പൊട്ടത്തിയേ അല്ലൂസ് നിന്റെ ഏട്ടൻ നിന്റെ അനിയൻ അതാവൻ അനിയൻ ചേട്ടൻ എന്നല്ലേ വീണടങ്ങ് വിഷ്ണുലോകം അല്ലേ വീണടം കിടന്ന് ഉരുളുക. ഇപ്പൊ തുമ്പീൻ്റെ മെയിൻ പരിപാടി ഇതാ ഓളെ ഈ വീട്ടിലാണ് കേട്ടോ. ഡ്രസ്സ് മാറ്റണമെങ്കിലും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് പരിപാടികൾ. പിന്നെ ഇത് അവിടുന്ന് കളിപ്പാട്ടം കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ട് വെക്കുന്നു, അവിടെ കിച്ചൺ സെറ്റാക്കുന്നു, ഇവിടെ കിച്ചൺ സെറ്റാക്കുന്നു, ഇതൊക്കെ തന്നെ. ഇവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അമ്മമ്മയായിട്ട് സംവദിക്കുക. അത് ഒരു മൂപ്പർക്ക് നിർബന്ധം, അത് അമ്മമ്മയ്ക്ക് നിർബന്ധം. രണ്ടാളും തമ്മിൽ മറ്റേത് പറയില്ലേ പിന്നെ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ നല്ലത്, മറ്റേത് അതാണ് ഒരു സിനിമയിലെ ഡയലോഗ് ഇല്ലെങ്കിൽ അതന്നെ ഓർമ്മയില്ല. ഇവർ രണ്ടാളും കൂടെ കുത്തിരിക്കും കേട്ടോ. വെറുതെ അവനിങ്ങനെ ചൊറിയുക എന്നുള്ളത് വല്ലാത്തൊരു ഹോബി ആയിരിക്കുന്നു. വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ പോയി തോണ്ടും. പക്ഷേ ചില സമയം അവൻ്റെ മണമൊക്കെ കിട്ടുമ്പോൾ എൻ്റെ ഒച്ച കിട്ടുമ്പോൾ ഇങ്ങനെ വായി തുറന്ന് വരും. ചുഞ്ചുരു ചുഞ്ചുരു പൊന്നേ നമ്മൾ അങ്ങനെ സുണ്ടുമണി സുണ്ടുമണി ഇവിടെയുള്ളൂ ഈ അല്ലോ ഉറങ്ങി ഞങ്ങള് ഉറങ്ങിയോ? അവൻ്റെ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് ബേബ് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അവനെ എടുത്തുകൊണ്ട് നടന്ന് അവൻ ഓക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തൊട്ടിലൊക്കെ കിടത്തുക. തൊട്ടിൽ നല്ല ബെഡിലാണെങ്കിലും കിടത്താറുള്ളൂ കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്. കാരണം പെട്ടെന്ന് എങ്ങാനും എക്സ്പയർ ചെയ്ത് പോവോ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടി വേണമല്ലോ. തുമ്പമ്മ ഇവിടെ കാര്യമായിട്ടുള്ള കളിയിലാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മമ്മേൻ്റെയും ചായ കൂടിയൊക്കെ കേട്ടോ. അപ്പോൾ അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണേ. പുറത്തെ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈശാഖേട്ടനും അല്ലൂട്ടനും കൂടെ വരുന്നത്. അങ്ങനെ നോക്കി പോകുമ്പോഴാണ് അതാ കാറ് വരുന്നുണ്ടല്ലോ വെച്ച് നോക്കിയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛനും മോനും ഇവിടെ എത്തിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ്. 2-3 ദിവസത്തെ സുഖവാസത്തിന് ശേഷം എൻ്റെ കെട്ടിയോനും ഇന്നലെ രാത്രി ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോയ എൻ്റെ മോനും കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. വരുന്ന സമയത്ത് മൂപ്പര കയ്യിലൊരു കവർ കണ്ടപ്പോൾ തന്നെ തോന്നി പണി വരുന്നുണ്ടല്ലോ അവർ അച്ഛാന്ന്. ഓരോ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോഴാണ് ഓരോ സാധനം എടുത്തുകൊണ്ട് വരും കേട്ടോ. ഇതിപ്പോൾ തുമ്പമ്മയ്ക്ക് കിച്ചൺ സെറ്റ് വാങ്ങിയത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കവറിൽ പെറുക്കിയിട്ട് കൊണ്ടുവരും. എന്താ വെച്ചാൽ കുട്ടിക്ക് വീടുണ്ടേ, വീട്ടിൽ സാധനങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് വേണം കെട്ടാങ്കൽ പോയി വാങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കിയനി മോള്. അപ്പോഴാണ് ഏട്ടൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തുമ്പമ്മേൻ്റെ അടുത്ത്. കുളി കഴിഞ്ഞ് വന്നിട്ട് നനവോടെ ഇതൊക്കെ ദേഹത്ത് പുരട്ടണം, എന്നാലേ കുടുംബം വെളുക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെ കുടുംബം വെളുപ്പിക്കാൻ പറഞ്ഞതാണ് ഞാൻ. അങ്ങനെ ഇതാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യമാണ്, ഞാൻ പോയാൽ തന്നെ നടക്കുന്ന കാര്യമായതുകൊണ്ട് പോയേ പറ്റൂ. കാരണം ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ താഴെ കാണാറുണ്ട്, അയ്യോ 28 കഴിയാതെ അല്ല എത്രയോ കഴിയാതെ 40 കഴിയാതെ പുറത്തിറങ്ങും അങ്ങനെയൊക്കെ. ലൈക്ക് നമ്മൾ പോകേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാനിപ്പം ഹെൽത്ത് വൈസ് ഓക്കെ ആണ്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാണ്. അത്യാവശ്യ കാര്യമായിട്ട് പോയേ പറ്റൂ. അപ്പോൾ പോകുമ്പോൾ പിന്നെ അണ്ണാച്ചി കൊളുത്ത് പോയേ പറ്റില്ലല്ലോ ഇടാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്രീം ഇട്ടോ, ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടോ, പിന്നെ ജസ്റ്റ് ഒന്ന് ഐലൈനർ ഇട്ടോ, അങ്ങനെ എല്ലാം ജസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ ലാസ്റ്റ് ആകുമ്പോൾ അമ്മേ എന്ന് നിങ്ങളാരും പറയരുത്. പിന്നെ മുടി ആരൊക്കെ ചോദിച്ചാൽ അത് മുടി നീണ്ടോന്ന്. മുടിക്ക് നീളം വെച്ചിട്ടുണ്ട്. അത് പ്രഗ്നൻസി ടൈമിൽ തന്നെ അത്യാവശ്യം നീളം വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ നീളം വെക്കുമ്പോൾ വലിയ ഓത്തൊരു തൊരയാണെന്ത് വെട്ടിയാലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, വൈശാഖേട്ടാ മുടി ആകെ കൊഴിയാണ്, അറ്റമൊക്കെ പിളർന്ന് വരികയാണ്, ഞാനതൊന്ന് എടുത്ത് വെട്ടിയാലോ എന്ന്. അപ്പോൾ ഏട്ടൻ പറയാം, അല്ലെങ്കിൽ എനിക്കറിയാം കുറച്ചൊന്ന് നീണ്ടു വരുമ്പോഴത്തേക്കും നിനക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നുന്നു. കണ്ടോ, എനിക്കിങ്ങനെയല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ വയറ് കാണുമ്പോൾ ഈ പണ്ടാരം പിടിച്ച പല്ല് പിന്നെയും പൊന്തി വന്നല്ലോ എന്ന് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഈ പണ്ടാരം പിടിച്ച വയറ് പിന്നെയും പൊന്തി വരികയാണല്ലോ എന്ന്. ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് വയറ് കുറഞ്ഞാലും സങ്കടം, പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് കൂടിയാലും പ്രശ്നം അല്ലേ. നമ്മൾ പെണ്ണുങ്ങളെ അവസ്ഥ എന്തൊക്കെയാണ് അല്ലേ. കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തേക്ക് എന്താ വയറില്ലാത്ത, വയറെ കുന്തി പിടിച്ച് നടക്കുമ്പോൾ. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ വയറിങ്ങനെ അമ്പി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടും. എന്തായാലും കുറച്ച് അത്യാവശ്യം വയറുണ്ട്. ഇതൊക്കെ പോകണമെങ്കിൽ ഞാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. എങ്ങനെ നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കി, കാരണം ഹൃദയം തരം നാട്ടിലെ മണപ്പിക്കുന്നത്. നമ്മൾ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പോകണം അല്ലേ. അപ്പോൾ എന്തോ ഒരു സാധനം മറന്നു, എല്ലാം നമ്മൾ ഇട്ടു, പക്ഷേ പാൻറ് ഇടാൻ മറന്നുപോയി. എന്തൊരു കഷ്ടമാണ് നോക്കണേ.
അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാതെ പിന്നെ പോകാൻ പറ്റുമോ? അങ്ങനെ ഞാൻ എല്ലാം റെഡിയായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എന്തോ ഒന്ന് മറന്നല്ലോ എന്ന് വെച്ച് നോക്കണത്. അപ്പോഴാണ് പാൻറ്റ് ഇട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത്. നമ്മളെ വാവേൻ്റെ ബിബ്ബല്ലേ കിടക്കുന്നത്, അതൊക്കെ അവിടെ കിടന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആറിയിട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പം വീണ്ടും എന്തോ ഒന്ന് കുറഞ്ഞ പോലെ. എന്താണെന്നല്ലേ, കണ്ണ്. കാരണം കണ്ണെഴുതാതിരുന്നാൽ എനിക്ക് ആകെപ്പാടെ എന്തോ പോലെ കേട്ടോ. താഴത്തെ കണ്ണെഴുതിയിൽ ഒരു ചത്ത കണ്ണ് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ കുഞ്ഞു കണ്ണുള്ള ആൾക്കാർ താഴെയും മുകളിലും കണ്ണെഴുതിയ കണ്ണ് ഇടുങ്ങി കിടക്കുന്നതാണ് പറയുക. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും. പക്ഷെ എന്നാലും എനിക്കത് എഴുതിയില്ല ശരിയല്ല. അപ്പോൾ അങ്ങനെ എഴുതണം നിർബന്ധമുള്ള ആൾക്കാർ പകുതി വരെ എഴുതിയാലും കുറച്ച് കണ്ണ് വിടർന്ന് നിൽക്കും കേട്ടോ. പക്ഷേ എനിക്ക് അതും പറ്റില്ല. എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് തന്നെ എഴുതണം, എന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ കണ്ണും കൂടി എഴുതിയപ്പം ഫുൾ സെറ്റായി. ഇനി മുടിയും കൂടി ഒതുക്കി വെക്കണം. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ രാജകുമാരീനെ ഒരുക്കാൻ വേണ്ടി പോവാൻ. സ്കൂളും അംഗനവാടി ഒന്നും ഇല്ലാത്ത ദിവസങ്ങൾ ഇവിടെ യുദ്ധഭൂമിയാണ് കേട്ടോ. ഇവിടെ ആൾക്കാരുള്ള നാട്ടിൽ മൊത്തം അറിയും. കാരണം ഇവിടെ ഒച്ചപ്പാടായിരിക്കും, ഓടിക്കളിയും അതൊക്കെ ആയിരിക്കും. പിന്നെ ഞാനും ഒച്ചരണം, അല്ലോ തുമ്പിയെ, അല്ലോ തുമ്പി. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വാവയും കൂടെ ഉഷാറായി കുശാലായി. തുമ്പമ്മേൻ്റെ മുടി എത്ര നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെയും നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ അയ്യോ ഇത് പിന്നെയും നീണ്ട പോലെ തന്നെ ഉണ്ട്, കുറച്ചുകൂടി ഒന്ന് ഷേപ്പ് ആക്കണമായിരുന്നു എന്ന് തോന്നുന്നൊരു ടൈപ്പ് മുടിയാണ് കേട്ടോ. പിന്നെ കേളി ടൈപ്പാണ്, ഫുൾ കേളി അല്ല, ഒരു എൻ്റെയൊക്കെ ഒരു പോലത്തെ ഒരു ടൈപ്പ്. എൻ്റെ മുടീൻ്റെ ടെക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേളി അല്ല, എന്നാലും സ്ട്രെയിറ്റും അല്ല, അതിനെന്താ പറയുക, വേവി എന്ന് പറയില്ലേ, ആ ടൈപ്പ് ഓഫ് ഹെയറാണ് എൻ്റെത്. അതുപോലത്തെ ഹെയറാണ് തുമ്പമ്മയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും എത്ര ഒതുക്കി വെച്ചാലും പിന്നെ ഇങ്ങനെ എണീറ്റ് വരും. പിന്നെ ചില സമയം ഹെയർ സെറ്റ് ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടപ്പം ആരൊക്കെയോ പറഞ്ഞു തുമ്പിക്ക് ചുരുണ്ട മുടി തന്നെയാണ് രസമെന്ന്. അപ്പോൾ ചില സമയം എനിക്ക് അങ്ങനെ തോന്നും, ചില സമയം എനിക്ക് ഇങ്ങനെയും തോന്നും കേട്ടോ. എത്രയൊക്കെ ഒതുക്കി വെച്ചാലും കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു മുടി വീണില്ല സമാധാനം ഉണ്ടാവില്ല കുട്ടിക്കും. പിന്നെ ഇതാ അവൾക്ക് മുടി വെട്ടാനാണെങ്കിൽ പോകുമ്പോൾ പറയും എനിക്ക് മുടി നീട്ടണം, എനിക്ക് കുറേ മുടി വേണം, മുല്ലപ്പൂ വെക്കണം, അങ്ങനെയൊക്കെയാണ് മുപ്പത്തിൻ്റെ ഡയലോഗുകൾ. പക്ഷേ ചില സമയം നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെയാണ് കൊണ്ടുപോവുക. മുടി ഷെയ്പ്പ് ആക്കുകയുള്ളൂ, അപ്പോൾ നല്ല ഭംഗി വരും, അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങ് കൂടെ വരും. ഓക്കെ, അല്ലാതെ നമുക്ക് മുടി വെട്ടുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇവക്ക് ഈ ഒട്ടിപ്പൊട്ടുകൾ തൊട്ടെടുക്കുന്നത് എനിക്കിഷ്ടമാണ്. ഈ ചന്ദ്രക്കല പോലത്തതും അങ്ങനെ ബ്ലാക്ക് ഒട്ടിപ്പൊട്ടൊക്കെ തൊട്ടെടുക്കുന്നത്. പക്ഷേ അവളതെടുത്ത് തിന്നും ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ കളർ പൊട്ടുകളൊക്കെ ഉണ്ട്. നമ്മളും പണ്ട് കളർ പൊട്ടുകൾ, അയ്യോ ഞാനൊക്കെ എന്തോരം, ഞാനവിടെ ചന്ദ്രനും സൂര്യനൊക്കെ വരച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ, നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ സാധനം യൂസ് ചെയ്തവർ തന്നെ ആയിരിക്കും. അപ്പോൾ തുമ്പിക്കാണെങ്കിൽ ഇതിൻ്റെ 2 കുത്തൊക്കെ വേണം കേട്ടോ. അവളിങ്ങനെ നോക്കും കണ്ണാടിയിൽ, ഇതിന് താഴെ ഒരു കുത്തൂടെ ഇട്ട് താമ്മ. ഭയങ്കര ഡിമാൻഡ്സാണ് കുട്ടിക്ക്. ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചൻ അത് പോയി കാണിച്ചു കൊടുത്തില്ലല്ലോ, ഒരു സമാധാനം കുട്ടിക്ക് ഉണ്ടാവില്ല കേട്ടോ. അമ്മച്ചനാണെങ്കിൽ ഇപ്പോൾ ചെവി വെക്കുന്ന ഒരു ഇച്ചിരി കുറവായതുകൊണ്ട് 2-3 വട്ടമൊക്കെ വിളിക്കണം, എന്നാലേ അമ്മച്ചൻ തീരുള്ളൂ. അപ്പോൾ 2 വട്ടം വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ തുമ്പിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അമ്മമ്മ വിളിച്ചു കൊടുക്കണം. അങ്ങനെ വിളിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അമ്മച്ചനൊക്കെ കാണിച്ച് കൊടുത്ത് സുന്ദരി ആയോ എന്നൊക്കെ ചോദിച്ച് ഇനി നമ്മൾ മെല്ലെ പുറത്തോട്ട് ഇറങ്ങാണ്. നമുക്കൊരു സ്ഥലം വരെ പോകണം. ഞാൻ പോകേണ്ട അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് തുമ്പീനെയും വാവേനെയും ഒക്കെ കൊണ്ട് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. ഇന്ന് പൾസ് പോളിയോ ഉള്ള ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് ഈ വ്ളോഗ് ഇടുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ നമുക്ക് ഈ ഒരു വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊരു ഇച്ചിരി സമയം സാവകാശം ഇതൊക്കെ കിട്ടണം. അതുകൊണ്ട് ഇവരെല്ലാവരെയും ഒന്ന് മേച്ച് സെറ്റാക്കണ്ടേ. പിന്നെ എനിക്കാണെങ്കിലും ചില സമയം ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ വന്ന് കിടന്നാലും ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവും. രാത്രിക്കത്തെ ഉറക്കമൊന്നും കറക്റ്റ് ഒരു സൗണ്ട് സ്ലീപ്പൊന്നും ആവില്ലല്ലോ. അപ്പോൾ വാവ ഉറങ്ങുന്ന സമയം ഞാൻ വേഗം കുറച്ച് നേരം ഉറങ്ങുക, അങ്ങനെ റെസ്റ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ടൈം അഡ്ജസ്റ്റ് ആവാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആദ്യമൊക്കെ ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യുക മക്കളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി ഇവരൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. കാരണം എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ചെക്കൻ എണീക്കുമല്ലോ ചെറുത്, അതുകൊണ്ട് അതും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പോയി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോളിയോ കൊടുക്കാൻ വേണ്ടി പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. തുമ്പിമോൾ ഉറങ്ങിപ്പോയിട്ടോ. അല്ലുട്ടൻ അമ്മമ്മ ചോറ് വാരി കൊടുക്കുകയാണ്. ഇങ്ങനെ വാരി കൊടുക്കണോണ്ട് പോകാൻ അത്യാവശ്യം ഒന്ന് കഴിച്ചൊന്ന് ഒരു ഇച്ചിരി വെയിറ്റൊക്കെ കൂടിയപ്പോൾ എനിക്കൊരു സന്തോഷം. കാണുമ്പോൾ തന്നെ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ തോന്നില്ലേ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്കൊക്കെ കുട്ടി ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. ചോറല്ല കൊടുക്കുക, സ്നാക്സ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ അതാണ് ഉച്ചയ്ക്ക് കൊടുക്കാറ് കേട്ടോ. വൈകുന്നേരം വന്നിട്ട് നന്നായി വാരി കൊടുക്കും ചോറ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ്. ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പപ്പടം കൂടെ വേണമായിരുന്നു എന്നുള്ള ഒറ്റ ശങ്കടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പപ്പടം ഇല്ലാത്തതിന് സങ്കടം പറഞ്ഞുകൊണ്ട് ഞാൻ ചിക്കൻ കറി കൂട്ടി കഴിക്കുകയാണ്. ചിക്കൻ കറീൻ്റെ കൂടെ പപ്പടം എന്നുള്ളത് നല്ലൊരു കോമ്പിനേഷനാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയായിരുന്നു. സത്യം പറയട്ടേക്ക് വെണ്ടക്ക എന്ന് പറഞ്ഞ സാധനം തീരെ ഇഷ്ടമല്ല. അതിപ്പോൾ കറിയിലാണെങ്കിലും ഒന്നും ഞാൻ വെണ്ടയ്ക്കെടുത്ത് കഴിക്കാറില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാനിതാ വാവയ്ക്ക് പാലും എടുക്കാൻ വേണ്ടി വന്നതാണ്. അവന് പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. ഇന്ന് വാവയ്ക്കും തുമ്പിമോക്കുമാണ് പൾസ് പോളിയോ ഉള്ളത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണല്ലോ. അപ്പോൾ അല്ലുവിനില്ല. അപ്പോൾ അല്ലു ചോദിക്കണം അതെന്താ അമ്മ എനിക്കില്ലാത്തത്. അപ്പോൾ മോനെ 5 വയസ്സ് വരെ ഉള്ളൂ. അപ്പോൾ ഞാനൊക്കെ വലുതായില്ലേ അമ്മ എന്നാണ് അവൻ ചോദിച്ചത് കേട്ടോ. അവൻ ആദ്യം പേടിയായി ഇഞ്ചക്ഷൻ ആണോ എന്നുള്ള പേടി. കാരണം 5-ാം വയസ്സിലെ ഇഞ്ചക്ഷൻ അടിച്ചത് നല്ല ഓർമ്മ ഉണ്ടായി മൂപ്പർക്ക്. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ട കേട്ടോ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഞ്ചക്ഷനൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു.
അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് പേടിപ്പിച്ചാൽ എനക്ക് കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പറഞ്ഞത് എനിക്കില്ല 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മൂപ്പരൊന്ന് സമാധാനപ്പെട്ടത്. പിന്നെ ഇത് വൈറ്റമിൻ D3 ആണ് കേട്ടോ. നമ്മൾ മറക്കരുത്, നിങ്ങൾക്കും വാവകളുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സാധനം കൊടുക്കാണ്ടിരിക്കരുത്. 1 വയസ്സ് വരെ എന്തായാലും കൊടുക്കണം. അതുപോലെ ഏകദേശം ഒരു ടൈം ഫിക്സ് ചെയ്യാം, ആ ടൈമിൽ തന്നെ കൊടുക്കുക. ഓക്കെ, എന്താ വെച്ചാൽ 24 ഹവറിൻ്റെ ഉള്ളിൽ ഇത്ര ഡോസ് എന്നാണല്ലോ ഉണ്ടാവുക. എന്നിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഫോണിൽ ഒരു അലാമും കൂടെ അങ്ങ് സെറ്റ് ചെയ്യുക. ഞങ്ങൾ അങ്ങനെ കേട്ടോ ഒരു അലാം സെറ്റ് ചെയ്തതാണ്. അത് വെച്ചിട്ടാണ് പിന്നെ വാവയ്ക്ക് വൈറ്റമിൻ D3 കൊടുക്കൽ. അങ്ങനെ അതും കൊടുത്ത് ഇനിയിപ്പം ഇവന് പാല് കൊടുക്കട്ടെ ഗൈസ്. പാലൊക്കെ കൊടുത്ത് നമ്മൾ ശുന്ദരക്കുട്ടനെ റെഡിയാക്കി ഇതാ കിടത്തിയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഈ 1C അല്ലെ സ്ലീപ്പ് സ്യൂട്ട് പോലത്തെ സാധനങ്ങൾ തന്നെ ഇട്ടിട്ടിട്ട് കണ്ട് ഇപ്പോൾ ട്രൗസറും കുപ്പായിട്ട് എടുത്തപ്പോൾ ആളെ വേറൊരു ലുക്കായി കേട്ടോ. എനിക്ക് എൻ്റെ പണ്ട് അല്ലുട്ടനെ കാണുന്ന അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാം. ഇത് അവൻ്റെ അപ്പുമാമനും ആര്യമാമിയും വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവനിടാൻ പാകത്തിനുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇങ്ങനത്തത് ഉള്ളൂ, ബാക്കിയൊക്കെ കുറച്ച് വലിയ ഡ്രസ്സുകളാണ്. അപ്പം ഞാൻ അതിന്ന് ഇതെടുത്തിട്ട് കൊടുത്ത് അപ്പൂനും ആയിരിക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഇട്ടിട്ട് കണ്ടപ്പം. കാരണം ഞാൻ ഇതുവരെ ജനിച്ചതിന് ശേഷം ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ശരിക്കും എനിക്ക് അല്ലുവിനെ, അല്ലു ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട് തൊട്ടേ. നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലു ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മുഖത്തുള്ള ചോപ്പ് നിങ്ങൾ ആരും ഞെട്ടണ്ട. ഇപ്പോൾ പാല് കൊടുത്തില്ലേ, അന്നേരം എൻ്റെ ഡ്രസ്സിൻ്റെ ആ വടു ഉണ്ടാവുമല്ലോ, എന്താ അതിന് പറയാം, മടക്ക്, അത് തട്ടിയതാണ് കേസ്. ഇവരൊക്കെ ചുവന്നെടുത്ത് ഫാമിലിയാണ്, എവിടെ തൊട്ടോ അവിടെ ചോക്കും. അത് അല്ലു അതെ, തുമ്പി അതെ, മോനും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ ഞങ്ങൾ ചുവന്നെടുത്ത് ഫാമിലി എന്നാണ് പറയാറ് തന്നെ. വൈശാട്ടിനും അങ്ങനെ തന്നെ കേട്ടോ. വൈശാട്ടിന് ദേഷ്യം വന്നാൽ മൂക്കും ചെവിയും ചോക്കും. ഇനി എവിടെയെങ്കിലും ഒന്ന് അമർത്തി പിടിച്ചാൽ അപ്പോൾ ചോക്കും. അങ്ങനെ ചുവന്നെടുത്ത് ഫാമിലിയിൽ പെട്ടവരാണ്. ഇവിടെ ഒരുത്തി ഇതാ ഫോണൊക്കെ സെറ്റാക്കി കയ്യിൽ വെച്ചിരിക്കുകയാണ്. പോളിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുമ്പേ ഭർത്താവിനെ വിളിച്ചിട്ട് പോളിയോ വാങ്ങി കുടിക്കാൻ പോകണ ഒരുത്തി ഇവളെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി മെല്ലെ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മച്ചൻ ആദ്യം കാണിച്ചു കൊടുക്കണം. അപ്പോൾ തുമ്പം അതാ വേഗം ഓൾ അച്ഛൻ്റെ അടുത്തേക്ക് ചാടി കയറി പോയിട്ടുണ്ട് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കും എന്തോ ഉണ്ട് എന്നുള്ള മട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടർക്കിയൊക്കെ വെച്ച് വാവനെ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തുമ്പമ്മയുടെ അംഗനവാടിയിൽ വെച്ചിട്ടാണ് നമുക്ക് പോളിയോ കൊടുക്കാനുള്ളത്. ഏത് അംഗനവാടിയിലും ഉണ്ടാവും, പക്ഷെ നമുക്ക് അവിടെ 5 മണി വരെ എങ്ങാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ തുമ്പി ഓൾ അംഗനവാടിയിലൊക്കെ ആയിട്ട് കുറച്ച് ജാട കൂടുതലാണ്. പിന്നെ ഓളെ വിചാരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓൾ ആസ്യ ടീച്ചറെ കാണാം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ടീച്ചർ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെന്നപ്പം. അപ്പോൾ അത് കുട്ടി അയ്യോ ഡൗൺ ആയിപ്പോയി. പിന്നെ നമ്മളെ വീട്ടിനതിലേയാണ് പോണത്. ഇതാണ്ടോ നമ്മളെ സ്നേഹചേട്ടനും രേഖേച്ചിനൊക്കെ വീടിൻ്റെ മതിൽ പണി നടക്കുന്നുണ്ട്. നമ്മളെ വീട് ഇതാ ഇവിടെ. ന്യൂസ് പഠിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? അങ്ങനെ നമ്മൾ നേരെ അംഗനവാടി, ഇതാ തുമ്പമ്മേൻ്റെ അംഗനവാടി, അവിടേക്ക് പോവാണ്. സ്കൂളിൻ്റെ ഗേറ്റ് വഴി അങ്ങനെ കടന്ന് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വാവ ഫസ്റ്റ് ടൈം അവിടെ പോകണം. അപ്പോൾ ഞങ്ങൾ വെച്ചു ആസ്യ ടീച്ചർക്ക് ഇന്ന് വാവനെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷേ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി പോളിയോ കൊടുക്കാം. പോളിയോ കൊടുക്കാൻ പോവാ. ഓക്കേ പറയ്. ഇതും പറഞ്ഞ് ആ മണ്ണിലേക്ക് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. മക്കൾ രണ്ടും കൂടെ ഓടിയൊരു പോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഊഞ്ഞാലാടട്ടെ, അതിൻ്റെ മുകളിൽ കയറി ചാടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം നോർമലി സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാനും ഏട്ടനും വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ഇവരെ ഇച്ചിരി ഒന്ന് അടക്കി ഒതുക്കി നിർത്താറ്. വൈശാഖേട്ടൻ ഒരു കളിക്കണേൻ്റെ കൂടെ ഓരോ കൂടെ തുള്ളാൻ പോകുന്ന മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറ്റില്ല, പോളിയോ കൊടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏട്ടൻ മക്കളല്ലേ ഒരു കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഏട്ടൻ ഒന്നൊന്നര ആട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മല്ലയ്യ, ആട്ട് തന്നെ എന്നെ ആട്ടല്ല ഊഞ്ഞാലാട്ടുന്ന കാര്യമാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഓരാടുന്ന് കുറേ കളിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആടിയിട്ടുണ്ടെങ്കിലും തുമ്പിമോളെ മുഖം മാറുന്ന നിങ്ങൾ ശ്രദ്ധിച്ചണോ? ഓൾ ഇൻ്റെ പോലെയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയായി ഹൈറ്റ്, അതുപോലെ വണ്ടി ഓടിക്കുന്നത്, ഇതൊക്കെ എനിക്ക് പേടിയാണ്. അതുപോലെ തന്നെയാണ് തുമ്പി. പക്ഷെ അല്ലു അങ്ങനെയല്ല. അല്ലുവിനെ പണ്ട് തൊട്ടേ ഏട്ടൻ കൊണ്ടുവന്ന് ഓനൊരു സാധനം, അതായത് ഇപ്പോൾ നമുക്ക് മറ്റേ ജയൻറ്റ് വീലൊക്കെ അല്ലേ, അതിലൊക്കെ കയറിയിട്ട് ഞാൻ ഇവിടുന്ന് അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് കരയുന്ന സമയത്ത് ഇവൻ കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൻ അങ്ങനത്തെ ഹൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വഞ്ചറസ് ചെയ്യുന്നൊന്നും പേടിയില്ല. തുമ്പിക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പേടിയുണ്ട് കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാനും ഞെട്ടിയോ, ഫോണൊക്കെ പിടിക്കുക വെച്ചാൽ ഞാനൊന്ന് പോയിട്ട് അതിൽ നിരങ്ങി വരട്ടെ എന്ന്. അങ്ങനെ പോണ കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ അവൾക്ക് സില്ലി മാറ്റർ എന്ന് വിചാരിച്ചു. ചെങ്ങായി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. രാത്രി ആകുമ്പോൾ എണീക്കാനുള്ളതാണല്ലോ, മൂപ്പർക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ. അങ്ങനെ തുമ്പം അതാ സ്റ്റെപ്പൊക്കെ കയറി വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ചെറുതായിട്ട് മുപ്പത്തിക്കൊരു പേടിയുണ്ട് അച്ഛാ, പേടിയുണ്ട്. ഏട്ടനോട് പറയുന്നത് പേടിയുണ്ട് എനിക്ക് എന്ന് പറയാം. അവസാനം ഏട്ടൻ അവിടുന്ന് താഴെ വരെ ഒന്ന് അങ്ങനെ ഉരച്ച് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു വേണ്ട അങ്ങോട്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോളിയോ കൊടുക്കാൻ പോവുകയാണ്. ചങ്ങായി നല്ല ഉറക്കത്തിലാണ്. ഇനി പോളിയോ കൊടുക്കുമ്പോൾ എന്തായാലും എണീക്കില്ല, കയ്പാണല്ലോ. റീനമ്മ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ അശ്വിനീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എടി ഞങ്ങളിവിടെ ഉണ്ട്, കാരണം ഈ സ്കൂളിൻ്റെ ബാക്കിലാണ് അശ്വിനീൻ്റെ വീട്. അപ്പോൾ സ്കൂളിൻ്റെ അംഗനവാടിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ വീട്, സ്കൂളിൻ്റെ ബാക്കിലാണ് അശ്വിനീൻ്റെ വീട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങളുടെ വീടൊക്കെ എവിടെയാണ് എന്ന്? അങ്ങനെ നമ്മൾ അംഗനവാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അശ്വിനി അപ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് അച്ഛനും മോളും കൂടെ സ്വന്തമായിട്ട് ക്ലിപ്സ് ഇത് ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ എൻ്റെ ഏട്ടനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുക മൂപ്പര് മുഖം എന്തായാലും ഒഴിവാക്കാനുള്ള ഒരു ഭാവമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പര് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും.
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ശ്രീമതി ചേച്ചിയുണ്ട്, പിന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ആസി ടീച്ചറൊന്നുമില്ല. തുമ്പി അതിൽ ഓടി നടന്ന് നോക്കി ടീച്ചർ അവിടെ ഉണ്ടോ നോക്കാൻ. ടീച്ചർ നാടല്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ കുഞ്ഞുമാവയ്ക്ക് പോളിയോ കൊടുത്തു. ഓഞ്ചാക്കി എന്ത് സാധനം അത്, ഇതുവരെ കിട്ടാത്ത ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിക്കേണ്ടാവായിരിക്കും. ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. മറ്റേ ഇഞ്ചക്ഷനൊക്കെ ആണെങ്കിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടം. ഞാനും കൂട്ടത്തിൽ കരയുന്ന ടൈപ്പാണ് കേട്ടോ. എനിക്ക് ഇവരെ കുത്തി നോവിക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അയ്യോ NICUലായ സമയത്തിൻ്റെ മോൻ എത്ര വേദന സഹിച്ചു പറയോ. ഓരോ ടെസ്റ്റിനും കുത്തി എടുത്ത് അതിനാണ് ബ്ലഡ് കിട്ടുകയില്ല, പിന്നെയും കുത്തും. പിന്നെ അതുപോലെ മറ്റേ ക്യാനുല ഇട്ടതും അതൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്ക് സങ്കടമായിരുന്നു. അല്ലുട്ടൻ അതുപോലെയായിരുന്നു. അല്ലുട്ടൻ കുഞ്ഞിതാകുമ്പം പാല് കുടിച്ച സമയത്ത് എൻ്റെ ബ്രസ്റ്റിനുള്ളിൽ എന്തോ ഒരു ബ്ലഡ് ക്ലോട്ടോ അങ്ങനെ എന്തോ ഒന്നും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ഓൻ വലിച്ചെടുത്ത് ഓൻ വോമിറ്റ് ചെയ്തതിൽ ആ ബ്ലഡിൻ്റെ ആ ഒരു പോർഷനും കൂടെ വോമിറ്റ് ചെയ്തു. അപ്പം നമ്മൾ കാണുമ്പോൾ എന്താ വിചാരിക്കുക, അയ്യോ ഓൻ ബ്ലഡ് വോമിറ്റ് ചെയ്തു എന്നല്ലേ. ഓനെ അപ്പം തന്നെ ആശുപത്രിയിലേക്ക് എടുത്ത് ഓടി. അങ്ങനെ അന്ന് അവിടെ നിൽക്കേണ്ടി, അന്ന് അവിടെ നിന്ന് ഓന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇഞ്ചക്ഷനും കാര്യമൊക്കെ എടുക്കേണ്ടി വന്ന്. തുമ്പമ്മയ്ക്കുണ്ടല്ലോ ഈ നെയിൽ പോളിഷ് തീരെ പിടിച്ചില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ മുഖം അങ്ങനെ നേരുന്നേ. പിന്നെ ഇതാ നമ്മൾ പോളിയോയും കൊടുത്ത്. അല്ലുട്ടൻ വന്ന് കാര്യമായിട്ട് നോക്കിക്കണ്ട് കേട്ടോ. മൂപ്പർക്ക് എന്തായാലും കിട്ടിയില്ല, എന്നാൽ പിന്നെ കിട്ടണവരെന്തെങ്കിലും എക്സ്പ്രഷൻ നോക്കാമല്ലോ. വലിയ ഇഷ്ടമൊന്നും ആയില്ല, എന്നാലും ഇഷ്ടമായെന്ന് വെച്ചപ്പോൾ തലയെ കാട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മുപ്പത്തിൻ്റെ സ്വഭാവം പുറത്തിറങ്ങുന്നത്. ആദ്യം ആസി ടീച്ചർ ഇല്ല, അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്ന് ഞാൻ അതൊന്ന് ഫോട്ടോ എടുക്കട്ടെ, എന്ത് കയ്യിൽ ആ കളർ ചെയ്തത് ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് മുപ്പത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമായില്ല. ഇഷ്ടമായില്ലേ? ഇവിടെ 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 അല്ലോ അന്നെ വിളിക്കണ അണ്ണാച്ചി സുഖോ ബേക്കോട്ട് നോക്ക്. മതില് ചാടി വന്നതിന്റെ തെളിവുകൾ കണ്ടോളൂ ഗൈസ്. അതല്ല, ഒരു മിനിറ്റ്, കോൺവെക്കേഷൻ ഉള്ളത് കൊണ്ട് വെയിലൊന്നും കൊള്ളാതെ വീട്ടിൽ തന്നെ വെളുക്കാൻ വേണ്ടി ഇരിക്കുക അവള്. കണ്ടോ? ഇനി അവള് വെളുത്തില്ലേ കുടുംബം വെളുക്കുന്നത്. എറണാകുളം അതെ അതെ. വാ തുമ്പി മോളെ ആയിട്ടാ ഓളങ്ങനെ എടുത്ത് വെക്ക്. ഇതിലും വാ ചളിയ. അവള് നമ്മുടെ കൂടെ വന്നു ഗായ്സ് കേട്ടോ. ഞാൻ വിളിച്ചാൽ എന്റെ കെട്ടിയോ വന്നില്ലെങ്കിലും അവള് വരുന്നു. ഞങ്ങള് സംശയം ഉണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. മനസ്സിലായില്ലേ ഗൈസ്? ഈ ക്യൂടെക്സ് ഒക്കെ വേണ്ട. സോറി, ഈ ക്യൂടെക്സ് ഒക്കെ വേണ്ട. ഇതൊക്കെ സെറ്റായില്ല, ഒക്കെ ഇഷ്ടായില്ലാന്ന്. അവിടെ ഇത് മാറ്റി കൊടുക്കണം. പറഞ്ഞ മോളെ, ഈ ക്യൂടെക്സ് ഒക്കെ വേണ്ട. ഇനി ഗവൺമെന്റിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി പോളിയോ ഒക്കെ കൊടുക്കണ സമയത്ത് ഇത് കൊടുക്കരുത് കേട്ടോ. ഈ കളർ പാടില്ല, വേറെ കളർ ആക്കണം അല്ലേ മോളെ? ഓക്കെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം നമ്മൾ പാച്ചച്ചനെയും ഉഷമ്മേനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിലേ പോകുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ, കുട്ടീനെ നൂല് കെട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് കയറാൻ. അപ്പോൾ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഈ സൈഡിലേക്ക് വണ്ടി ഒതുക്കി കേട്ടോ. അങ്ങനെ അവർ വന്ന് ആദ്യം അച്ഛൻ വന്നു കേട്ടോ. അമ്മ പാല് കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമോ എന്തോ ആയിരുന്നേ. അപ്പോൾ മോനങ്ങനെ ട്രൗസറും കുപ്പായം ഇട്ടിട്ട് ഇവർ കണ്ടില്ലല്ലോ. എപ്പോഴും വരുമ്പോൾ ഫുള്ള് മറ്റേ ഡ്രസ്സല്ലേ ഇടല്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണിച്ചു കൊടുത്താണ് അച്ഛന്. കണ്ടോ ചെക്കൻ ഇതാ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓനെ കണ്ട് കളിപ്പിക്കുകയാണ് അച്ഛൻ. അതാ പിന്നെ കുറച്ചുകൂടെ മമ്മിയും വരുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. ആരെങ്കിലും കളിപ്പിക്കുന്ന സമയത്ത് തുമ്പിക്ക് സ്നേഹപ്രകടനം കുറച്ച് കൂടുതലാണ് കേട്ടോ. ഞാൻ വൈശുവേക്കാളും കാണലുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഓരൊക്കെ ബാത്റൂമിൽ പോയതേനെ തിരിച്ചു വന്നപ്പോ ഒരു പോവാൻ നിന്നപ്പോ ആ കുട്ടിയും പോയിട്ടുണ്ട്. പക്ഷെ അന്നപ്പോ ഉണ്ടായാലും കൂടെ തന്നെ കൊടുത്ത് ഫാൻസായി യശ്വനിക്ക് എല്ലായിടത്തും. ഇതിപ്പോ എന്റെ കഥ പറച്ചിലായിട്ട് അവളൊന്ന് എറണാകുളത്ത് പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മളെ ഏതൊരു സബ്സ്ക്രൈബർ കണ്ടിട്ട് അവളടുത്ത് പോയി അശ്വിനി അല്ലേ എന്നൊക്കെ പോയി വർത്താനം പറഞ്ഞത്. അതിന് ഓളെ കുട്ടികളെല്ലാവരും കൂടെ കുത്തിരുന്ന് കളിയാക്കി എന്നൊക്കെ പറയാണേ. അമ്മയും ഇളയമയൊക്കെ വന്നേ. ഇളയമ പിന്നെ വീട്ടിൽ വന്നിട്ടാണേലും അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കയറാനും പറ്റില്ല. അച്ഛൻ അധികം അങ്ങനെ യാത്ര ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് അച്ഛൻ കാണാൻ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ ഗേറ്റിന് അവിടേക്ക് നിൽക്ക്, ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് വരാം, കൈ പിടിച്ച് കൊണ്ടുവരണം കേട്ടോ. 4 ആള് വരിക്കുന്നതിന് ഇവിടുത്തെ പരിപാടി നടക്കുന്നത് മാത്രം. അങ്ങോട്ട് പോരി.
മൂത്തച്ഛൻ കുട്ടീൻ്റെ ഇവിടെ പപ്പുക തല നമ്മളെ കണ്ടില്ലേന്ന് എന്തേ ഈ രാവിലെ പറഞ്ഞീനു കണ്ണൊക്കെ തുറന്ന് നോക്കണ്ട വയസ്സായിട്ട് മലയല്ല അത് കാറാണ് ഒരു നോട്ടൊക്കെ നോക്കണ്ട് പക്ഷെ അല്ലൂസിനെ അതല്ലേ വൈശാഖേട്ടനെ കാണാൻ അല്ലൂസിനെ കൊണ്ടത് അതുപോലെയല്ലേ അത് ഓർമ്മ വരുന്നില്ലേ ആ കറുത്ത് ഈ സമയത്ത് അവനെ കൊണ്ടത് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നല്ലേ മൂത്തച്ഛൻ ഇതാണ് കുട്ടീന്റെ മൂത്തച്ഛോ നമ്മളെ വീടുക നമ്മളെ വീടുക മൂത്തച്ഛ എൽമേമതാ അമ്മേ മതി മതി അയ്യോ മൂത്തച്ഛനും കുട്ടിയും കൂടെ കണ്ടുമുട്ടി. പിന്നെ അവിടുന്ന് ഇതാ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് പോരുകയാണ്. വീടെത്തി കഴിയുമ്പോഴത്തേക്കും മഴ കിട്ടുമെന്നായിരുന്നു നമുക്ക്, പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന പാട് ഇതാ വേഗം കൊണ്ടുപോയി അമ്മച്ചനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ അമ്മച്ചൻ നല്ല കുശാലായിട്ടുള്ള ഉറക്കാണ്. അപ്പം അമ്മമ്മ വിളിച്ചെണീപ്പിച്ചു, ഇതാ കണ്ടോ കുഞ്ഞിച്ചക്കൻ നമ്മൾ ട്രൗസറും കുപ്പായൊക്കെ ഇട്ടിട്ട് കണ്ടോ സുന്ദരനായില്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടത്തിയിട്ട് കഴിഞ്ഞാൽ അവനിങ്ങനെ കിടക്കാൻ ഇഷ്ടമായി. ഈ റൂമിൽ പ്രത്യേകിച്ച് ഇഷ്ടമാണ്, നല്ല വെളിച്ചവും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അവന് പറ്റിയൊരു ടെമ്പറേച്ചറൊക്കെയാണ് ഇവിടെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ. പിന്നെ തുമ്പമ്മ പോളിയോ കിട്ടേൻ്റെ കഥയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനും മക്കളും കൂടെ നിൽക്കുക, ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന്. കാരണം ബോയ്സ് ഗ്യാങ്, നമ്മുടെ ബോയ്സ് ഗ്യാങ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ കുട്ടീനെ എടുക്കുമ്പോൾ ഒരു വശപ്പശക്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചിട്ട് എന്തായാലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ തുമ്പി എവിടെയാണെന്ന്? ഒരു പീസ് വെള്ളത്തിൽ പോയതായാലും അപ്പുറത്ത് നോക്കിയിട്ടുണ്ട്. ബോയ്സ് ഗ്യാങ്ങിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും മക്കളും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി നിന്നാണ് കേട്ടോ. അങ്ങനെ 3 കുട്ടികളുടെ ഡാഡി. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അല്ലാതെ ഞാൻ മൂപ്പരങ്ങ് മറന്നുപോയാലോ. അപ്പം ഞാൻ ഓരോ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഞാൻ മാത്രമല്ല, കാരണം വീഡിയോ എടുത്ത് ഞാൻ മാത്രം ഇല്ല അതിൽ. ഓക്കെ, അങ്ങനെ ഉദ്ദേശിച്ചത്. കാരണം വീഡിയോ എടുത്തൊക്കെ ആൾ വേണ്ടേ, അത് ഞാനാണല്ലോ. ഓക്കെ, എപ്പോഴും വീഡിയോഗ്രാഫർ ഞാനാണല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏട്ടനും എനിക്ക് എടുത്ത് തരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെങ്ങായി വേറൊരു പരിപാടിയിലായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. കാരണം നോക്കിയേ, ചേട്ടൻ്റെ മേലൊക്കെ നോക്കിയേ, അപ്പി കണ്ടോ ഏതോ ഒരു വഴി ലീക്കായി. ഇപ്പം അപ്പി ഇട്ടിട്ടേ ഉള്ളൂ സംഭവം, ഫ്രഷാ. ഓക്കെ, അങ്ങനെ പണി കിട്ടി. അപ്പോഴത്തേ നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി. എന്തായാലും പുതിയ ഡ്രസ്സിൽ മൂപ്പര് കച്ചാന്ന് പറഞ്ഞിട്ട് അപ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി അവനെ വെച്ച് ഇങ്ങനെ ആട്ടി അവർ ഉറക്കുന്ന സമയത്താണ് ഒരുത്തി ഇതാരും ഇളന്നിയും പിടിച്ച് വരുന്ന. ഇളനീ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അമ്മമ്മേതോ ഒന്ന് വെട്ടിത്താ, അച്ഛൻ മുറിച്ചെന്നതാ അല്ല എടുത്തു തന്നാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇനി ഇളനീൻ്റെ പണിയിലാണ് അവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ആട്ടമാണ്. അവിടെ ചെന്തെങ്കിൻ്റെ കൊല ആടിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ അമ്മയും കുഞ്ഞാവയും കൂടെ ആടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അച്ഛനും മക്കളും കൂടെ ഇതാണ് പരിപാടി, ഒറ്റയ്ക്ക് തിന്ന ജന്തുക്കൾ. ഞാൻ വന്നപ്പോൾ പിന്നെ എനിക്കും തന്നിട്ടാ. അല്ലെങ്കിൽ ഈ മനുഷ്യന് പിന്നെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയം കണ്ടോ. ബാഹുബലിയെ ഞങ്ങൾ അവിടുത്തെ. എടി ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, അപ്പുറത്ത് പോടി പോ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ എടുക്കും. പിന്നെ ഇളനീ വെള്ളം ഇച്ചിരി ഞങ്ങൾക്ക് കിട്ടി, അത് ഞങ്ങളും കുടിച്ചു കേട്ടോ. വൈകുന്നേരം ബാക്കി ഉണ്ടായിരുന്നൊരു ഇച്ചിരി കപ്പയും ചമ്മന്തിയും കൂടെ ആക്കിയിട്ട് ഒരു ഇച്ചിരി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. കാരണം കപ്പ കഴിക്കാൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസ് കയറും, കുഞ്ഞാവയ്ക്ക് വയ്യാണ്ടാവും, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് അല്ലൂട്ടനെ പഠിപ്പിക്കുന്ന പരിപാടിയിലാണ്. അതിൽ യാതൊരുവിധ എന്താ പറയുക കോംപ്രമൈസിലും ഞാൻ നിൽക്കാറില്ല. അത് അന്നന്ന് ഒരു ഇച്ചിരി സമയമാണെങ്കിൽ ഒരു ഇച്ചിരി സമയം നമ്മൾ പഠിക്കാനിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നീട് എനിക്ക് ഇരട്ടി പണിയായിരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അന്നന്ന് പഠിപ്പിക്കും. പാഠം 4 അമ്പിളി. പഴയ അന്തിമയങ്ങും നേരത്തുണരും അമ്പിളി മാമ എവിടെ പോയി? അമ്മ കുറുക്കിയൊരു ഇങ്ക് കുടിക്കാൻ അമ്പിളി മാമ വന്നാട്ടെ. സെറ്റ്. ഒന്നുകൂടെ 5 പ്രാവശ്യമാണ് ഇത് പാടേണ്ടത് കേട്ടോ. ഇത് ഇതിപ്പോ 1 ആയിട്ടാ കണക്കാട്ടെ. രണ്ടാമത്തെ വട്ടം ഒന്നുകൂടെ. അന്തിമയങ്ങും നേരത്തുണരും അമ്പിളി മാമ വന്നാട്ടെ. ആഹാ, എവിടെ പോയി? അമ്മ കുടിക്കാൻ
അമ്മ കുറിക്കൊരു ഇങ്ക് കുടിക്കാം അമ്പിളി മാമ വന്നാട്ടെ. യെസ്. ഒരുത്തൻ്റെ എല്ലാം സെറ്റാക്കി വിട്ടപ്പോൾ അത് അടുത്ത ഒരുത്തീൻ്റെതാണ് കേട്ടോ. തുമ്പമ്മേൻ്റെ അംഗനവാടിയത്തെ ബുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് റാപ്പ് ചെയ്യണം ആൻഡ് ഇതിൻ്റെ മുകളിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ തുമ്പമ്മ അതുകൊണ്ട് വന്നാൽ പിന്നെ അവൾക്കും ഒരു ഹോംവർക്ക് മൈ ഫാമിലി ട്രീ, ഇനി അതും സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സുന്ദരക്കുട്ടനും ഉണ്ട് കേട്ടോ. ആക്ച്വലി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേ ഇവരുടെ 3 പേരുടെയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് വെച്ചാൽ മാനേജ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും മാനേജ് ചെയ്യും. പിന്നെന്താണ്, വാവയ്ക്ക് കണ്ണിൽ മരുന്ന് ഉറ്റിക്കാനുണ്ടായിരുന്നു. കാരണം കണ്ണിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, നാളെ ടെസ്റ്റ് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മരുന്ന് ഉറ്റിച്ചു. പിന്നെ ഞാൻ റാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ടല്ല, കാരണം എനിക്കാണെങ്കിലും അപ്പൂനാണെങ്കിലൊക്കെ ബുക്ക് റാപ്പ് ചെയ്ത് തന്നിരുന്നൊക്കെ അച്ഛനായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും അമ്മ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ അമ്മയുടെ ട്രൈയിൽ ആ ബുക്ക് വീണു. സെറ്റായിട്ടുണ്ട്. തുമ്പമ്മേൻ്റെ പേര് ഇതാണ്, മൃണാൾ ദിന പാർത്ഥിവ്. പക്ഷേ ആക്ച്വലി അംഗനവാടിയിൽ ആർക്കും ആ പേര് അറിയുന്നത് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും തുമ്പി എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് അതിൽ നമ്മൾ പേര് മലയാളത്തിലുള്ളിൽ മൃണാൾ ദിന പാർത്ഥിവ് എന്ന് എഴുതിയതിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ തുമ്പി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇല്ല ഇതാരാ ഇങ്ങനെ ഒരു കുട്ടി അംഗനവാടി ഇല്ലയെന്നോ കാര്യം പറഞ്ഞാലോ. പിന്നെ അത് നമ്മളെ കുഞ്ഞൻ കുറച്ച് കടങ്ങി കിടന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞി കരച്ചിലൊക്കെ കരഞ്ഞപ്പോൾ മെല്ലെ എണീറ്റു. ഇനി അവന് പാലും കൊടുക്കട്ടെ. ഇന്നാണെങ്കിൽ കറണ്ട് വരലും പോലും തന്നെയായിരുന്നു. അപ്പോൾ 2 പേരും ഇതാ ഡ്രസ്സൊക്കെ അയച്ചിട്ട് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കണം. അതിൻ്റെ ഇടയിൽ വൈശാട്ടൻ നന്നായിട്ട് ചിക്കൻ പൊരിച്ച് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഫ്രൈ കഴിക്കുന്ന കോലാണ് കാരണം. അതിൻ്റെ ഇടയ്ക്ക് അതാ ചെറുനാരങ്ങയൊക്കെ എടുത്ത് നക്കി നോക്കുന്നുണ്ട്. അമ്മ നല്ല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് ദോശ. അപ്പോൾ ഗോതമ്പ് ദോശയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറി ഉച്ചയ്ക്കത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയൊരു പിടി പിടിച്ചു. ഇനി നമ്മൾ കിടക്കാൻ പോവുകയാണ് ഗൈസ്. അന്നേ ദിവസം രാത്രിയും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ചെറിയൊരു മുഖിയും മുരളലൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർക്ക്. കുറച്ച് നേരമൊക്കെ എടുത്തിരുന്ന് പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ. വലിയ ബുദ്ധിമുട്ടുകൾ അവൻ നമുക്ക് തരാറില്ല. എന്നാലും കുറച്ച് നേരം അവന് ഒരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. അതിപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ റാപ്പർ വൈശാഖ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവനെ തഴുകി ഉറക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഞാനല്ല, കുട്ടിയാണെന്നുള്ള ബോധമേറ്റം വേണ്ടേ. അങ്ങനെ അതിലൊന്നും അവൻ വീണില്ല ഗൈസ്. അല്ലെങ്കിൽ മൂപ്പർ എല്ലാ അടവിലൊന്നും വീഴാൻ ഞാനല്ലല്ലോ ഇവരൊന്നും. വെറുതെ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെയൊന്നും വീഴുന്ന ടൈപ്പേ അല്ല. ഒരൊറ്റ പ്രാവശ്യം വീണ്, അത് മൂപ്പരടുത്ത് തന്നെയാണ്. പിന്നെ ആ വീണതെന്ന് ഞാനൊരു പാഠം പഠിച്ചു, എപ്പോഴും വീഴരുത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ബൈ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മളെ ഗിവ് അവേൻ്റെ കാര്യം അല്ലേ, അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ഗിവ് അവേ ഇടാം കേട്ടോ. അപ്പം ബൈ.